ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രദർ അബുദാബിയിൽ നിന്ന് വന്നിട്ട് 1 month ആയില്ല. കഴിഞ്ഞ 25th 31st എന്തോ വന്നതാണ്. സോ ഇന്ന് പോകുന്നു. 25th ആണ്. സോ ഇതാണ് ഞങ്ങളിപ്പോൾ രാവിലെ വീട്ടിലെ എനിക്ക് വെച്ച് ബ്ലോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ടൈമല്ലേ, അപ്പോൾ കുറച്ച് ബ്ലോഗൊക്കെ ആയത് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ പ്രേയർ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങും. അപ്പം സത്യം പറഞ്ഞാൽ 1 മാസം വരെ പെട്ടെന്ന് പോയല്ലേ. സത്യം എന്നുവെച്ചാൽ അവ ഉണ്ടെങ്കിൽ നമുക്ക് വൈബായിരുന്നല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കസിൻസിൽ ഞങ്ങൾ 4 പേരല്ല, ഞങ്ങൾ ടോട്ടൽ 8 പേരാണ്. ബാക്കിയെല്ലാം നമ്മുടെ ചേച്ചി ചേട്ടന്മാരൊക്കെയാണ്. എൻ്റെ ചേട്ടൻ എന്ന് പറയാനായിട്ട് എനിക്ക് ഏറ്റവും മൂത്തത് അനൂജനും മിട്ടും മന്നയും. ബാക്കിയെല്ലാം ഗേൾസാണ്, ചേച്ചിമാരാണ്. അപ്പോൾ അവർ 4 പേരും ഇപ്പോൾ ഇന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. ജോലി കാര്യങ്ങളായിട്ട് പോവാണ്. സോ നമ്മളിപ്പോൾ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് വന്നു. അപ്പോൾ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ മുടിയൊന്ന് വാരി കെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ചൂടും, രണ്ടാമത്തെ കാര്യം മുടി ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ പറക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കവേ തന്നെ കസിൻസും കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഞാനും മാൻസി മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ഞാനും മാൻസി കഴിക്കുന്ന സമയത്താണ് പാസ്റ്ററും ആൻറ്റിയും ചർച്ചിൽ നിന്ന് വന്നത്. അങ്ങനെ അവരെത്തി. അപ്പോൾ അധികം അങ്ങനെ ലേറ്റായിട്ട് അങ്ങനെ ടൈം അങ്ങ് എടുത്തില്ല. പാസ്റ്റർ വന്നെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇത്രയും നേരം ചൂടായതുകൊണ്ടാണല്ലോ ഞങ്ങൾ 2 പേരും മുടി കെട്ടി വെച്ചത്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്ററൊക്കെ പോയ ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും ഒന്ന് ഒരുങ്ങാനായിട്ട് തുടങ്ങി. വെറുതെ മുടി ഞാനൊന്ന് അങ്ങനെ അഴിച്ചിടാൻ നോക്കിയില്ല. കാരണം വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും പറക്കും. അതുകൊണ്ട് ഞാൻ ബണ്ണിട്ട് കെട്ടിയിട്ട് അവിടെ പോയിട്ട് ബണ്ണ് ഊരാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീണ്ടും മുടി അഴിച്ചിട്ട്, കാരണം ഹെൽമെറ്റ് ഓൾറെഡി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കെട്ടി വെച്ചിട്ടും കാര്യമില്ല എന്ന് വെച്ച് ഞാൻ പിന്നെ മുടി അങ്ങ് മൊത്തത്തിലങ്ങ് അഴിച്ചിട്ടു. ഹാപ്പി ജേണി. അവന് നല്ല വിഷമമുണ്ടല്ലേ ചാ? അതല്ലേ ഞാൻ പറയാം, ഫസ്റ്റ് പോയപ്പോഴാണ് ഇത്ര ഇതിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നല്ല വിഷമമുണ്ടല്ലേ. അതെ.